കണ്ണൂർ ജില്ലാ കലോത്സവം ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും മത്സരാർത്ഥികൾ ഓരോരുത്തരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കലോത്സവ വേദികളിലെ പരാതികളും പരിഭവങ്ങളൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ അത് എത്രത്തോളം ഈ മത്സരാർത്ഥികളെ ബാധിക്കുന്നുണ്ടെന്നുള്ളതൊരു മറ്റൊരു വിഷയമാണ്. ഇവരുടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറെ അധ്യാപകർക്കും എല്ലാവർക്കും ഒരു വിഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു പരാതിയുമായിട്ട് ഒരു മത്സരാർത്ഥിയുടെ രക്ഷിതാക്കളാണ് ഒപ്പം ഉള്ളത്. നമുക്ക് പരാതി എന്താണെന്ന് ചോദിക്കാം. എന്താ പ്രശ്നം? നമസ്കാരം. ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആദ്യമേ ഞങ്ങൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂരിലെ പൂരക്കളി കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തോടെ എ ഗ്രേഡ് നേടിയ വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കാലാകാലമായിട്ട് കരിവെള്ളൂരായിരുന്നു നേടിയിരുന്നത്. അതൊരു മാറ്റമായിരുന്നു കഴിഞ്ഞാലും ഉണ്ടായിരുന്നത്. ഈ വർഷം രാമന്തളിയിൽ വെച്ച് പയ്യന്നൂർ ഉപജില്ലാ മത്സരം നടന്നപ്പോൾ വെള്ളൂരിന് വേണ്ടി കളിച്ച കുട്ടികളുടെ കളി അത്രയധികം ഗംഭീരമായിരുന്നു. എന്നാൽ കരിവെള്ളൂരിന് വേണ്ടി കളിച്ച കുട്ടികളുടെ സ്റ്റെപ്പും പാട്ടും തെറ്റിയിട്ടും അവർക്ക് ഫസ്റ്റ് കൊടുത്തു എന്നുള്ള വേദനാജനകമായ ഒരു കാര്യമാണ് ഞങ്ങളിവിടെ ആദ്യം അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അതിൽ അവിടെ ഇരുന്ന ജഡ്ജസിനെ ഞങ്ങൾ നന്നായിട്ട് കുറ്റം പറയും. കാരണം എന്ന് വെച്ചാൽ ജഡ്ജസ് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധന നിലനിൽക്കെ ജഡ്ജസ് മൊബൈൽ ഉപയോഗിക്കുകയും വീഡിയോ പകർത്തുകയും സ്റ്റില്ലെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അവിടെ അവലംബിച്ചത്. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കളിയും പാട്ടും തെറ്റിയിട്ടും അവർക്ക് 1ാം സ്ഥാനം കൊടുത്തു. നന്നായി കളിച്ച കുട്ടികളെ 2ാം സ്ഥാനത്തേക്ക് തള്ളി. തുടർന്ന് അപ്പീലിലൂടെ ജില്ലയിൽ വന്ന് ഇന്നലെ പൂരക്കളി കണ്ണൂർ വേദി 2 കളിച്ചപ്പോൾ അവിടെയും വെള്ളൂർ ഹൈസ്കൂളിനെ HS വിഭാഗത്തിൽ തടയുന്ന ഒരു മുൻധാരണയാണ് ജഡ്ജസ് അവലംബിച്ചത്. കരിവെള്ളൂർ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള അപ്യാൽ പ്രമോദ് കേരള ക്ഷേത്ര കലാ പൂരക്കളി അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ആ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പ്രമോദ് അംഗമായിട്ടുള്ള പൂരക്കളി അക്കാദമിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജനാർദ്ദനൻ മുഴക്കോം എന്ന വ്യക്തിയും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മധു പണിക്കർ പാലായുമായിരുന്നു ജഡ്ജ്മെന്റിലെ 2 പാനലുകൾ. ഇവർ രണ്ടുപേരും ജഡ്ജ്മെന്റിന് ഇരുന്നപ്പോൾ പ്രമോദിന്റെ ടീമിനാണ് മത്സരത്തിൽ ഫസ്റ്റ് അടിക്കുക എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഞങ്ങളിത് ഇന്ന ടീമിന് ഇന്ന് സ്കൂളിന് കൊടുക്കണമെന്ന വാശിയോടുകൂടിയല്ല ഇങ്ങനെ ഒരു ബൈറ്റിന് ഞങ്ങൾ തയ്യാറാകുന്നത്. കാരണം എല്ലാ കുട്ടികളുടെയും മനസ്സൊന്ന് ഒരുപോലെയാണ്. ആരാണോ ജെനുവിനായിട്ട് കളിക്കുന്നത് അവരെ വിജയിപ്പിക്കുക, അവർക്ക് പ്രൈസ് കൊടുക്കുക. അല്ലാത്ത പക്ഷം പൂരക്കളി എന്ന ഈ പരിപാടിക്ക് തന്നെ ആളുണ്ടാവില്ല. മാത്രമല്ല, ഇന്നത്തെ ഒരു മാതൃഭൂമിയിലെ ഒരു ഫീച്ചർ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മാതൃഭൂമി ഫീച്ചറിൽ ഉണ്ടായിരുന്നത് പൂരക്കളിയിൽ, കണ്ണൂരിൽ പൂരക്കളിയിൽ പൂരക്കളിക്ക് എന്തു പറ്റി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഉണ്ടായിരുന്നത്. മുൻപ് വർഷങ്ങളിൽ 30ഓളം ടീമുകൾ പൂരക്കളിയിൽ ഉണ്ടായിരുന്നുവെന്നും ഈ വർഷം 6 ടീമുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്ന വാർത്ത ഇന്ന് മാതൃഭൂമിയിൽ നമ്മൾ കണ്ടു. ഇതേപോലെ ജഡ്ജികൾ ഇങ്ങനെ പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പൂരക്കളിയിലേക്ക് ടീമുകൾ വളർന്നു വരിക? കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ള 1ാം സ്ഥാനം നേടിയിട്ടുള്ള കുട്ടികൾ ഇപ്രാവശ്യം തഴയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി ഏത് ടീമാണ് വരിക? അങ്ങനെ ഇപ്പോൾ സംഘാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത്, ഒരു ടീമിന്റെ മാനേജർ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് 2 പേർ ജഡ്ജസ് ആയിട്ട് വരികയും മറ്റൊരാൾ സുഹൃത്തായിട്ട് വരികയും ചെയ്യുമ്പോൾ എന്തായാലും 1ാം സ്ഥാനം അവർക്കേ കൊടുക്കുള്ളൂ. ഇങ്ങനെ ഒരു പ്രവണത അവലംബിക്കാൻ പാടില്ല. ജനുവനായിട്ട് ഏത് കുട്ടികൾ കളിക്കുന്നുവോ, അത് ഇന്ന സ്കൂളിൽ നിന്നില്ല, വെള്ളൂരോ കരിവള്ളൂരോ കുഞ്ഞിമംഗലോ മാതമംഗലോ ആരോ ആയിക്കോട്ടെ, ആര് കളിക്കുന്നുവോ അവർക്ക് പ്രൈസ് കൊടുക്കുക. ഭാവി കാലഘട്ടങ്ങളിലെങ്കിലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നത്. മാത്രമല്ല, നിയമപരമായിട്ട് ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതായത്, ജഡ്ജ് വീഡിയോ എടുക്കുന്ന ചിത്രങ്ങളും, ഈ ജില്ലയിലല്ല ഉപജില്ലയിൽ വീഡിയോ എടുക്കുന്ന ചിത്രവും അത് കളി തെറ്റുന്ന വീഡിയോസും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് പോകുന്നു. ഇന്നലെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് DDEക്കും പരാതി കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് രക്ഷിതാവ് എന്ന രീതിയിൽ ഞങ്ങളുടെ താല്പര്യം. ഇന്നലെ ഞങ്ങൾ അധ്യാപകരും കുട്ടികളും അടക്കം തന്നെ പരാതി അപ്പീലിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ DDEക്ക് രേഖാമൂലം പരാതിയും കൊടുത്തിട്ടുണ്ട്. കാരണം ജെനുവിനായിട്ട് കളിക്കുന്ന കുട്ടികളെ ഒരിക്കലും തഴയാൻ പാടില്ല. അത് ഏത് കുട്ടികളായിക്കോട്ടെ, ഏത് സ്കൂളിൻ്റെ കുട്ടികളായിക്കോട്ടെ. കണ്ണൂരിൽ പൂരക്കളിക്ക് ആളുകളില്ല എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ്. കാരണം ഒരു കരിവള്ളൂരിന് കുത്തക, ഇന്ന് ഞങ്ങളൊരു വാട്സപ്പ് സന്ദേശം കണ്ടു എന്നുള്ളത് ഇങ്ങോട്ട് നിങ്ങൾ അറിയണം. വാട്സപ്പ് സന്ദേശത്തിൽ പൂരക്കളിയിൽ കരിവള്ളൂരിൻ്റെ കുത്തക തുടരും എന്നാണ് പരസ്യമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കുത്തക എന്നത് ഒരു കളിയിലും
അത് പൂരക്കളി എന്നല്ല, ഏതിലും ഉണ്ടാവാൻ പാടില്ല. ഏത് കുട്ടികൾ കളിക്കുന്നുവോ അവരെ ജയിപ്പിക്കുക. കുട്ടികൾ ആരെന്നും നമ്മൾ പറയില്ല, ഏത് കുട്ടികൾ. ഇത് കളിച്ച കുട്ടികൾ തോൽക്കുകയും തെറ്റിച്ച് കളിക്കുക കുട്ടികൾ പ്രൈസ് വാങ്ങുകയും ചെയ്യുന്ന ഇത്തരം പ്രവണതകളെ അവസാനിപ്പിക്കണമെന്നാണ് വേദനയോടെ ഞങ്ങൾ പറയുന്നത്. കാരണം ഒരു പൂരക്കളി സെറ്റപ്പ് ആക്കി കൊണ്ടുവരണമെങ്കിൽ 1.5 മാസത്തെ പരിശീലനം വേണം. കുട്ടിയുടെ ക്ലാസ് ബ്രേക്ക് ആവുന്നു. കളിച്ച കുട്ടിയുടെ വേദന എത്രയാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഞങ്ങൾ രക്ഷിതാവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു അധ്യാപകൻ തന്നെയാണ്, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് രക്ഷിതാവായിട്ടാണ്. ഈ പരാതി ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനെ ആരും ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് വിജയം കിട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി കിട്ടിക്കോളും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.